വാർത്തയിലേക്ക്. റഫേൽ ഇടപാട് സംബന്ധിച്ച പുനഃപരിശോധനാ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്ന് മനസ്സിലാവുന്നു. വിവരങ്ങളുമായി ഉണ്ണി ചേരുന്നു. ഉണ്ണി, എന്തൊക്കെയാണ് കോടതി നടപടികൾ? ഗോപി, റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്ന തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. റഫാൽ ഇടപാടിലെ പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം പുതുതായി പുറത്തുവന്ന രേഖകൾ പരിശോധിക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഈ രേഖകൾ പരിശോധിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ വളരെ ശക്തമായ വാദം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പുതുതായി ഹിന്ദു ദിനപത്രമാണ് രേഖകൾ പുറത്തുവിട്ടിരുന്നത്. ആ രേഖകളിൽ പറയുന്നത് റഫാൽ ഇടപാടിൽ സോവറിൻ ഗ്യാരണ്ടി ഉറപ്പാക്കപ്പെട്ടിരുന്നില്ല. ആ ഗ്യാരണ്ടി ഉറപ്പാക്കാതിരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ചകൾ നടത്തിയിരുന്നു. പ്രതിരോധ സെക്രട്ടറിയുടെ കുറിപ്പിൽ തന്നെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ചകൾ നടത്തുന്നതിൽ ആശങ്ക അറിയിച്ചിരുന്നു. തുടങ്ങിയ ഇടപാടിനെ തന്നെ സംശയത്തിലാക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരുന്നത്. മാത്രമല്ല, ഇന്ത്യൻ വിലപേശൽ സംഘത്തിന്റെ രേഖകളിൽ തന്നെ കരാറിലെ പല വ്യവസ്ഥകളെയും ശക്തമായി ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഈ രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കണമെന്നാണ് ഹർജി നൽകിയിരുന്ന പ്രശാന്ത് ഭൂഷണും അരുൺ ഷൂരിയും യശ്വന്ത് സിൻഹയും ഒക്കെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് ഈ രേഖകൾ ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ കീഴിൽ വരുന്നതാണ്. ഈ രേഖകൾ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് കോടതിയിൽ നൽകുന്നത്. നേരത്തെ റഫാൽ ഇടപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ ഈ രേഖകൾ കോടതി പരിശോധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ വീണ്ടും കോടതി പരിഗണിക്കരുത് എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ആ ഒരു കേന്ദ്ര സർക്കാരിന്റെ വാദമാണ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. പുതുതായി ഇടപാടിനെ സംശയത്തിലാക്കി പുറത്തു വന്ന എല്ലാ രേഖകളും കോടതി പരിശോധിക്കും. ആ രേഖകൾ സഹിതമായിരിക്കും പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി വാദം കേൾക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഈ പുനഃപരിശോധനാ ഹർജിയിൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കുമ്പോൾ തന്നെ അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ ആവർത്തിച്ച് വാദിച്ചിരുന്നത് പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം പുതിയ രേഖകൾ പരിശോധിക്കരുത്, ഹർജികൾ തള്ളണമെന്നായിരുന്നു. എന്നാൽ അക്കാര്യത്തിലേക്ക് കടക്കാതെ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും വളരെ സുപ്രധാനമായ തീരുമാനമുണ്ടായിരിക്കുന്നു. ഈ രേഖകൾ പരിശോധിച്ചുകൊണ്ട് പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ വാദം കേൾക്കുമെന്നതിൽ. ഉണ്ണി, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഇതുവരെയുള്ള വാദം സുപ്രീം കോടതിയിൽ നിന്ന് വരെ ക്ലീൻ ചിറ്റ് കിട്ടി റഫേൽ ഇടപാടിൽ എന്നുള്ളതാണ്. അത് ഇനി പറയാൻ പറ്റില്ല, അല്ലേ? തീർച്ചയായും അനുജ, ഒരു വലിയ തിരിച്ചടി തന്നെ രാഷ്ട്രീയമായിട്ട് ക്ലീൻ ചിറ്റ് കിട്ടിയെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം ഒരു പരിധിവരെ പറയാം. കാരണം പുനഃപരിശോധനാ ഹർജി ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ വാദം കേൾക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. വിധി പുനഃപരിശോധിച്ചുകൊണ്ട് വിധി റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയിട്ടില്ല. പുനഃപരിശോധനാ ഹർജി അതിന്റെ വസ്തുതകൾ പരിഗണിച്ചുകൊണ്ട് അതിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നതുവരെ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ വീണ്ടും അതേ വാദം തന്നെ ഉന്നയിക്കാം. നിലവിലുള്ള വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട് കോടതി എന്ന വാദം. പക്ഷേ അപ്പോഴും വിഷയം പുതിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി പരിശോധിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം അതൊരു സബ് ജുഡീസ് വിഷയമാണ്. കേന്ദ്ര സർക്കാർ അവകാശവാദം ഉന്നയിച്ചാലും അതിന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷത്തിന് മറുപടി നൽകാൻ കഴിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അത്ര ശക്തമായി റഫാൽ ഇടപാട് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ഉന്നയിക്കുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ റഫാലിന് പുതിയ ഊർജ്ജം നൽകുകയാണ് പ്രതിപക്ഷത്തിന് അത് ഉന്നയിക്കാൻ വേണ്ടി. പുതിയ രേഖകൾ കൂടി സുപ്രീം കോടതി പരിശോധിക്കാൻ തീരുമാനിച്ചതും കേന്ദ്ര സർക്കാരിന്റെ ഇക്കാര്യത്തിലെ എതിർപ്പ് തള്ളിയതുമൊക്കെ രാഷ്ട്രീയമായി വലിയ ചർച്ചയാകും. അത് കേന്ദ്ര സർക്കാരിനും BJP പ്രധാനമന്ത്രിക്കും ഒക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം ഒരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യത തന്നെയാണുള്ളത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. ഗോപി, മോഷ്ടിക്കപ്പെട്ട രേഖകളാണ്, രാജ്യസുരക്ഷയെ ബാധിക്കും, അത് കോടതി പരിഗണിക്കാൻ പാടില്ല, ഒരുപാട് വാദങ്ങൾ സർക്കാർ ഉന്നയിച്ചിരുന്നു. എന്താണ് കോടതി ആ വാദങ്ങളോട് കോടതി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായും കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് അത് തന്നെയാണ്. ആദ്യം അറ്റോർണി ജനറൽ പറഞ്ഞു ഈ രേഖകൾ മോഷ്ടിച്ച രേഖകളാണ്, മോഷ്ടിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്, അത് പരിശോധിക്കരുതെന്ന്. മോഷ്ടിച്ചു എന്ന ആ വാക്ക് തന്നെ വലിയ വിവാദമായി. രാഷ്ട്രീയമായി അതിനെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉപയോഗിച്ചു. അതിനുശേഷം അറ്റോർണി ജനറൽ പറഞ്ഞത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും ഫോട്ടോ കോപ്പി എടുത്ത് കടത്തിയ രേഖകൾ എന്നുള്ളതാണ്. ആ രേഖകൾ പോലും പരിശോധിക്കരുതെന്ന ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ആ രേഖകൾ പരിശോധിക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. രേഖകൾ പരിശോധിക്കാൻ തീരുമാനിച്ചതോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ ഇക്കാര്യത്തിലെ എതിർപ്പുകൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 3 ജഡ്ജിമാരും ഐക്യകണ്ഠേനയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ KM ജോസഫ്, സഞ്ജയ് കിഷൻ കൗൾ എന്നിവർ ഐക്യകണ്ഠേന കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനമാണ് ഈ രേഖകൾ പരിശോധിക്കാമെന്നുള്ളത്. രേഖകൾ മോഷ്ടിച്ചതാണെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ വാദിച്ചപ്പോഴും കോടതി ചോദിച്ചിരുന്നത് ഒരു മോഷ്ടാവ് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ, തന്നെ തെറ്റായ കേസിൽ കുടുക്കിയെന്ന് തെളിയിക്കാൻ ഒരു രേഖകൾ കൊണ്ടുവരികയാണെങ്കിൽ അത് കോടതിക്ക് പരിഗണിക്കേണ്ടി വരില്ലേ എന്നുള്ളതാണ്. അതേ മാനദണ്ഡം തന്നെ വെച്ച് വേണം കോടതി ഈ രേഖകൾ പരിശോധിക്കാൻ തീരുമാനിച്ചതെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ശക്തമായി ഉന്നയിച്ച വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി. അതും തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം അവശേഷിക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായി എന്ന് എനിക്ക് തോന്നുന്നു ഉണ്ണി, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രേഖകൾ ഒരു കാരണവശാലും കോടതികൾ പരിശോധിക്കരുത് എന്നൊരു വാദം ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു പുതിയ കീഴ്വഴക്കം കൂടിയല്ലേ? അഴിമതി ഉണ്ടെങ്കിൽ ഏത് രേഖയും ഈ നാട്ടിലെ പരമോന്നത നീതിപീഠത്തിന് പരിശോധിക്കാം എന്നുള്ളത്.
തീർച്ചയായും അതായത് അറ്റോർണി ജനറൽ തുടക്കം മുതൽ തന്നെ ഈ പുനഃപരിശോധനാ ഹർജിയിലെ വാദങ്ങൾ തള്ളാൻ പറഞ്ഞിരുന്നത് ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഫ്രാൻസുമായുള്ള കരാറിന്റെ വിഷയമാണ്, ഇതിലെ വില വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല, ഈ രേഖകളൊക്കെ രാജ്യസുരക്ഷാ രേഖകളായതുകൊണ്ട് അത് കോടതി പരിശോധിക്കരുത് എന്നുള്ളതാണ്. ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഈ രേഖകളാണ് ചോർത്തിയിരിക്കുന്നത്. അത് ഗുരുതരമായ ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ ലംഘനമാണ്. കേസെടുക്കാൻ രണ്ട് പത്രങ്ങൾക്കെതിരെ ഒരു വാർത്ത the three judges. Three judges. Tell us, sir. What is observed? The three judges have given a unanimous judgment in which they have rejected the government's argument that, firstly, that these documents cannot be considered because, as the Attorney General said, they are stolen documents. I mean, this was on the face of it a very peculiar argument, because if somebody is going to do something wrong, he is not going to take out full-page advertisements in newspapers. So it has that evidence has to be excavated. But the Attorney General said these are stolen documents. That has been rejected. Second argument was that these are privileged documents because they relate to defense and so on. Our argument was that precisely because they relate to defense, you must examine them, because it affects the security of the country. It affects what you have. These are documents that relate to the issues which you have raised in your order. You asked for this evidence and we have provided it. So the court has accepted our pleas and rejected the arguments of the government in a, all the concurring with the justice giving one reason and the Justice Joseph giving another reasoning, complementary reasoning. And second, sorry, that was an important point. The second point is that the Chief Justice said that by a separate order we will fix a date for hearing the review petitions and they will be heard on merits. Sir, do you think this strengthens the point of view of the review petitioners, and what kind of material impact does this have on the entire review plate? Of course, I mean, if they had accepted the government's arguments, the review could not be considered. Now it will be considered on merits, and the Chief Justice has very kindly said that he will set a date. And in the last order, they had said that they will hear it in open court. So we are very confident that we will get a good opportunity to put forward two things. One is the review petition regarding their own initial judgment, and second is our perjury petition. Because we have said that you have been misled into making so many errors in the judgment. They have come up, surfaced, because the government misled you. And we have shown how that has happened, and therefore we would very much want those officers and others to be brought to you for perjury. So we'll argue both those points, and we'll wait for the court's order now. Former Union Minister, you've been a senior journalist yourself. This judgment comes 24 hours before the first phase of polling. Do you see it? No, sir, I am not going to. I mean, Politically as well. that I don't know. That I don't know. Mr. Modi has been saying, "Don't you believe the Supreme Court? Don't you believe the forces?" and so on. When people don't believe him, the court, after all, is now pronounced. What did he say today? The point is that there was a Rafale judgment, and the Rafale judgment had very clearly said there was a petition given to them because of the judicial domain issue also. They said this is not in our judicial domain, this is an executive review. That's a review that they were hearing. That's not a review, madam. Review is what they will hear. That's right. Now is the review that's being heard. Yes. But clear, continue this line. What does this now mean for the pending case? Considering the fact that the court has agreed to take the documents on record, they've said that they will be considering the documents. What does this now mean? Well, it means a lot. It means that the court will see whether the government was truthful or not in regard to the assertions they made in the two notes which they gave, the sealed note and the unsealed note. We have shown that both were full of falsehoods. So the court will consider those.
No doubt on that, yes. I mean, that's what the Chief Justice has indicated. Thank you. Thank you. ഉണ്ണി, അരുൺ ഷൂരിയാണ് ഇപ്പോൾ സംസാരിച്ചത്. സ്വാഭാവികമായും അദ്ദേഹം കൃത്യമായ 2 പോയിന്റുകൾ പറയുകയുണ്ടായി. സർക്കാർ സുപ്രീം കോടതിയെ മിസ്ലീഡ് ചെയ്യുകയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനുള്ള അവസരം ഞങ്ങൾക്കുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന്. മാത്രമല്ല, ഉണ്ണി കേട്ടു ചീഫ് ജസ്റ്റിസ് പറഞ്ഞ കാര്യം, അതായത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും, അതിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇനി രേഖകൾ പരിശോധിക്കും. എന്തായിരിക്കും നിയമപരമായി അതിന് അർത്ഥമാക്കുന്നത് ഉണ്ണി? അതായത് ഗോപി, റഫാൽ ഇടപാടിൽ ഏറ്റവും പുതുതായി പുറത്തുവന്ന രേഖകൾ ഹിന്ദു ദിനപത്രം വളരെ തുടർച്ചയായ അന്വേഷണാത്മക റിപ്പോർട്ടുകളിലൂടെ പുറത്തുവിട്ട രേഖകളാണ് സുപ്രീം കോടതി ഇനി പരിശോധിക്കാൻ പോകുന്നത്. നേരത്തെ റഫാൽ ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഈ രേഖകൾ പുറത്തു വന്നിരുന്നില്ല എന്നതാണ് വസ്തുത. കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. അന്ന് രാഷ്ട്രീയമായി ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ പൊതുസമൂഹ മധ്യത്തിലും കോടതിയിലും വന്നിരുന്നെങ്കിലും അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി റഫാൽ ഇടപാടിൽ അന്വേഷണം വേണ്ട എന്ന തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന് പിന്നാലെയാണ് വിവിധ വിഷയങ്ങൾ പുറത്തു വരുന്നത്. അന്നത്തെ വിധിയിൽ തന്നെ പിശകുണ്ടായി എന്ന ആരോപണമായിരുന്നു. CAG റിപ്പോർട്ട് ഇല്ലാത്ത CAG റിപ്പോർട്ട് ഉണ്ടെന്ന പരാമർശം കോടതി വിധിയിൽ ഉണ്ടെന്ന വിമർശനം വന്നു. തൊട്ടു പിന്നാലെ തന്നെ ഹിന്ദു ദിനപത്രം പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇന്ത്യൻ വിലപേശൽ സംഘം റഫാൽ ഇടപാടിനെ വളരെ ശക്തമായ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തരമായ ചർച്ചകൾ നടത്തി. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന്റെ ഫയൽ കുറിപ്പിൽ ഈ സമാന്തര ചർച്ചകൾക്കെതിരെ ആശങ്ക ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, സോവറിൻ ഗ്യാരണ്ടി ഫ്രാൻസിന്റെ വേണ്ട എന്ന തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തു. പ്രതിരോധ ഇടപാടുകൾക്ക് നൽകുന്ന പതിവ് ചട്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അഴിമതി വിരുദ്ധ വ്യവസ്ഥയടക്കം ഈ കരാറിൽ നിന്നും ഒഴിവാക്കി. ഇത്തരത്തിലുള്ള ആരോപണങ്ങളും രേഖകളും വന്ന സാഹചര്യത്തിൽ അത് പരിശോധിക്കണമെന്നാണ് ഹർജിക്കാർ ഉന്നയിച്ചിരുന്ന കാര്യം. ആ രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ കോടതിക്ക് അന്വേഷണം വേണ്ട എന്ന മുൻ നിലപാട് തിരുത്തേണ്ടി വരും. പുതിയ രേഖകൾ പരിശോധിച്ചുകൊണ്ട് പുതിയ തീരുമാനമെടുക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്നത് ഈ രേഖകൾ പരിശോധിക്കാൻ കോടതിക്ക് കഴിയില്ല, ഇത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷണം പോയ രേഖകളാണ്, അതുകൊണ്ട് തന്നെ ഇത് പരിശോധിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഈ രേഖകൾ ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെയും രാജ്യസുരക്ഷയുടെയും കീഴിൽ വരുന്നതായതുകൊണ്ട് ഒരു കാരണവശാലും കോടതി അതിലേക്ക് കടക്കരുതെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ രേഖകളും പരിശോധിക്കും. പുതുതായി പുറത്തുവന്ന രേഖകൾ സഹിതമായിരിക്കും പുനഃപരിശോധനാ ഹർജി പരിഗണിച്ച് അതിൽ വാദം കേൾക്കുക. പുനഃപരിശോധനാ ഹർജി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തീർപ്പാക്കും. അതിന് വാദം കേൾക്കുന്നതിനായി മറ്റൊരു തീയതി നിശ്ചയിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിലേക്ക് വരാം. ഇപ്പൊ അഡ്വക്കേറ്റ് ദിനേശ് സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ ഈ ഘട്ടത്തിൽ ചേരുന്നു. സർ, വിധി അറിഞ്ഞുവല്ലോ, എങ്ങനെയാണ് ഈ വിധിയെ താങ്കൾ കാണുന്നത്? ഇത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ കോടതി നടത്തിയിട്ടുള്ളത്. പ്രധാനമായും ഈ റാഫേൽ രേഖകൾ ഹിന്ദു പബ്ലിഷ് ചെയ്ത സമയത്ത് അതിനെ നഖശികാന്തം കേന്ദ്ര ഗവൺമെന്റ് എതിർക്കുകയായിരുന്നു. അതായത് ഈ പബ്ലിഷ് ചെയ്തിട്ടുള്ള രേഖകൾ മോഷ്ടിച്ച രേഖകളാണ്, അതുകൊണ്ട് മോഷ്ടിച്ച രേഖകളിലേക്ക് കോടതി കടക്കരുത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പാടില്ല എന്ന രീതിയിലായിരുന്നു ആർഗ്യുമെന്റ്സ് കോടതിയിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ വിവരാവകാശ നിയമത്തിന് പുറത്തുള്ള രേഖകളാണ് ഇതൊക്കെ രഹസ്യ സ്വഭാവമുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ രഹസ്യ സ്വഭാവമുള്ള ഡോക്യുമെന്റ്സ് കോടതി കയ്യിലെടുക്കാൻ പാടില്ല, അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു വാദങ്ങളായിരുന്നു കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷെ കോടതി പറഞ്ഞു, ഞങ്ങൾ ഇതിന്റെ ഈ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒബ്ജക്ഷൻസ് എന്താണ് നിങ്ങൾ പരിശോധിക്കും, ഈ രേഖകൾ പരിശോധിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വസ്തുതകളാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്നാണ് കോടതി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു പാർട്ടായിട്ടുള്ള വിധി വന്നിട്ടുള്ളത്. ഒരു പ്രാഥമിക വിധി എന്ന് പറയുന്നത് ഇത് വിവരാവകാശ നിയമത്തിന് പുറത്തുള്ള രേഖകളല്ല, ഈ രേഖകൾ പരിശോധിക്കുന്നതിൽ കോടതിക്ക് യാതൊരു തടസ്സവുമില്ല, മോഷ്ടിച്ച രേഖകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് ഇത് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായും റാഫേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ രേഖകളും കോടതിക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി പരിശോധിക്കാൻ പറ്റും. സെൻട്രൽ ഗവൺമെന്റിന് എന്താണ് രേഖകൾ ശരിയാണോ അല്ലെങ്കിൽ രേഖകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് സ്റ്റോളൻ ആയിട്ടുള്ള മോഷ്ടിക്കപ്പെട്ടുള്ള രേഖകളാണോ അല്ല മറിച്ചോ എന്നുള്ള കാര്യങ്ങളിലേക്ക് ഇനി ഒരു ആർഗ്യുമെന്റ് ഇല്ല ഇനി കോടതിയുടെ മുമ്പിൽ. ഈ രേഖകൾ ശരിയാണോ ഇല്ലയോ, രേഖകൾ പറഞ്ഞിട്ടുള്ള വസ്തുതകൾ ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി കോടതി തീരുമാനിക്കാൻ പോകുന്നത്. അതായത് സത്യം കണ്ടെത്താൻ ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് ഏത് രേഖയും പരിശോധിക്കാം, അത് ഏത് രേഖയും പരിശോധിക്കാം. ഇപ്പൊ രണ്ടാമത് ഇപ്പൊ അരുൺ ഷൂരി പറഞ്ഞൊരു കാര്യമുണ്ട്, ഗവൺമെന്റിന് സുപ്രീം കോടതിയെ മിസ്ലീഡ് ചെയ്യായിരുന്നു എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചത്. മാത്രമല്ല ഈ രണ്ട് കാര്യങ്ങൾ തന്നെ ഏത് രേഖയും പരിശോധിക്കാമെന്നും. നിലവിലെ ഈ പ്രാഥമിക ജഡ്ജ്മെന്റ്, ആദ്യഘട്ട ജഡ്ജ്മെന്റ് കാണുമ്പോൾ എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്, താങ്കളുടെ അനുഭവത്തിൽ? അത് നമുക്കിപ്പോ വിലയിരുത്താൻ പറ്റില്ല. കാരണം ആ രേഖയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. കാരണം
ഒരു കണക്കിന് സെൻട്രൽ ഗവൺമെന്റ് ഇതുപോലത്തെ ഒരു ഒബ്ജക്ഷൻ കോടതിയുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള വാദഗതികൾ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബാലിശമായിട്ടുള്ള സംഭവമാണ്. എന്തൊക്കെയോ മറച്ചു വെക്കാനുള്ളതുകൊണ്ടായിരിക്കുമല്ലോ രേഖകൾ പരിശോധിക്കാൻ പാടില്ല എന്നുള്ളൊരു വാദം ഉയർത്തിയിട്ടുണ്ടാവുക. സ്വാഭാവികമായും എന്ത് രേഖകളും ഞങ്ങൾ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാം. ഇത് വളരെ എന്താ പറയേണ്ടത്, സുതാര്യമായിട്ടുള്ള ഒരു ആയുധ ഇടപാടാണ് എന്ന് കോടതിയുടെ മുമ്പിൽ പറയുകയായിരുന്നെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം, അതിലൊന്നും മറച്ചു വെക്കാനില്ല എന്നുള്ളത്. അതേസമയം ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഈ മോഷ്ടിച്ച രേഖകൾ നിങ്ങൾ പരിശോധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഫോട്ടോ കോപ്പിയാണ് അത് നിങ്ങൾ പരിശോധിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം എന്തായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് പറയേണ്ടത്? ജനാധിപത്യ രാജ്യത്തിൽ ഈ രേഖകളിൽ പറഞ്ഞിട്ടുള്ള ഉള്ളടക്കം നിങ്ങൾ പരിശോധിച്ചോ, മോഷ്ടിച്ചതോ ആവട്ടെ അല്ലയോ, ഈ രേഖകളുടെ ഉള്ളടക്കം നിങ്ങൾ പരിശോധിക്കൂ, ഇതിനകത്ത് സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നല്ലേ ഒരു വാദഗതി ഉന്നയിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായും ആ വാദഗതി നീളുന്നത് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഈ രേഖകൾക്ക് വിശേഷാധികാരമില്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ, സത്യം തെളിയിക്കാൻ ഏത് രേഖയും പരിശോധിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പുതിയ കീഴ്വഴക്കം കൂടിയാണോ ഉണ്ടാവുന്നത്? അല്ല, തീർച്ചയല്ല. ഇത് എന്ന് പറയുന്നത് ഇതൊക്കെ ഹൈലി ടെക്നിക്കലായി പുതിയ കണ്ടുപിടിച്ചിട്ടുള്ള തടസ്സവാദങ്ങളാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ഉണ്ട്. അതുപോലെ തന്നെ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ എന്ന് പറയുന്നത് ഈ കറപ്ഷൻ അലിഗേഷൻ ഉണ്ടാകുമ്പോൾ അതിന് രഹസ്യ സ്വഭാവമില്ല. നിങ്ങൾ കറപ്ഷൻ നടത്തുകയും അതിനുശേഷം ഞാൻ കറപ്ഷൻ നടത്തി ഇല്ലയോ എന്നുള്ളതല്ല വാദം പറയുന്നത്. അത്തരത്തിലുള്ള വാദങ്ങൾ കോടതിയുടെ മുന്നിൽ വരുന്ന സമയത്ത് അതിന് രഹസ്യ സ്വഭാവമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇത് പരിശോധിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള വാദങ്ങൾ കോടതിയുടെ മുന്നിൽ എക്കാലത്തും നിലനിൽക്കാറില്ല. ഇത് ഇന്ന് പുതുതായി കണ്ടുപിടിച്ചിട്ടുള്ള നിയമമൊന്നും അല്ല. പണ്ട് തന്നെ നമ്മളുടെ തെളിവ് നിയമങ്ങളിൽ ഈ മോഷ്ടിച്ച രേഖകളാണോ അല്ലയോ എങ്കിലും കോടതിക്ക് ഇത്തരത്തിലുള്ള രേഖകൾ പരിശോധിക്കാനുള്ള അധികാരം പണ്ട് മുതൽ തന്നെ നിക്ഷിപ്തമാണ്. അത് ഒന്നുകൂടെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ നന്ദി അഡ്വക്കേറ്റ് ദിനേശ്. ഏതായാലും വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് സുപ്രീം കോടതി ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് അഡ്വക്കേറ്റ് ദിനേശും വ്യക്തമാക്കുന്നു, നിയമവിദഗ്ധരും വ്യക്തമാക്കുന്നു. അതായത് പുതിയ രേഖകൾ റിവ്യൂ ഹർജിക്കൊപ്പം പരിഗണിക്കും. ഈ രേഖകൾ ഒരു തരത്തിലും പരിഗണിക്കരുത് എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വാദം. അതിന് പല വ്യാഖ്യാനങ്ങൾ കേന്ദ്ര സർക്കാർ പറയുകയുണ്ടായി. മോഷ്ടിക്കപ്പെട്ട രേഖകളാണ്, രാജ്യസുരക്ഷയെ ബാധിക്കും, രേഖകൾക്ക് സവിശേഷമായ അധികാരമുണ്ട്. ഏതായാലും അതൊന്നും സുപ്രീം കോടതി കേട്ടില്ല. സത്യം തെളിയിക്കാൻ ഏത് രേഖയും പരിശോധിക്കാൻ ഈ നാട്ടിലെ പരമോന്നത നീതിപീഠത്തിന് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഉത്തരവ്. സത്യം തെളിയിക്കാൻ കേന്ദ്ര സർക്കാർ